പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയും ജലജയും കൂടെ അടുക്കളയിലേക്ക് പോകും. ജാനകി പുറത്തേക്കും പോകുന്നുണ്ട്. പിന്നീട് ജലജ ജ്യൂസ് അടിക്കും. ജ്യൂസ് അടിച്ച് പകുതിയാകുമ്പോൾ ജാനകി ഒരു പൊടിയും കൊണ്ടുവരുന്നത്. എന്താ അത് നോക്കുമ്പോൾ ഇതിൽ കലക്കാം. ചാവൊന്നുമില്ല, കൂടി വന്നാൽ ചൊറിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ആരെപ്പോൾ ജ്യൂസിൽ കലക്കണം? നിനക്ക് ഏറ്റവും ശത്രുത നിൻ്റെ മരുമോളല്ലേ, അവൾ എന്നെ ചൊറിഞ്ഞു വന്നിട്ട് അവളുടെ പരിപാടിയല്ലേ നമുക്ക് കൊളാക്കേണ്ടത്. അങ്ങനെ ശരി സമ്മതിച്ച് സന്തോഷത്തോടെ ദേവയാനിയും ജലജയും കൂടെ ജ്യൂസിൽ പൊടി കലർത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ അബിക്ക് നവ്യയ്ക്കും അവിടെ ചടങ്ങ് നടക്കണ്. മധുരം കൊടുക്കാൻ പറയുന്നുണ്ട് ദേവയാനി. ആദ്യം കനക കൊടുക്കുന്ന മുത്തശ്ശി പറഞ്ഞപ്പോൾ അയ്യോ അത് വേണ്ട, ആദ്യം അമ്മ കൊടുക്ക്, എന്നിട്ട് ഞാൻ കൊടുത്തോളാന്ന് പറയും. അങ്ങനെ മുത്തശ്ശി ആദ്യം ലഡു കൊടുക്കും. അതിൽ നിന്ന് നവ്യ അബിക്കും കൊടുക്കും. അങ്ങനെ ഷെയർ ഇട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും മാറി മാറി കൊടുക്കും. ദേവയാനി വരെയും കൊടുക്കും. ദേവയാനി കൊടുക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും ഞെട്ടി നിൽക്കുമായിരിക്കും. അതിനുശേഷം അവളെവിടെ ജാനകി എന്ന് ചോദിക്കും, സോറി ജലജ എന്ന് ചോദിക്കും. അവളിപ്പോൾ വരും എന്നും പറഞ്ഞ് എല്ലാവരും അവിടെ അടുക്കളയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ ജാനകി മരുമോൾക്കും മോനുള്ള ജ്യൂസ് പോയി വരുന്നുണ്ട്. അതിലൊരു ജ്യൂസ് ജാനകി ജലജ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജലജ ജ്യൂസ് നവ്യനെ നേരെ നിട്ടും, ഇതാ മോളെ കുടിക്ക് എന്ന് പറയും. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ നവ്യയ്ക്ക് സംശയം തോന്നും. നവ്യ ഒരു മടിയും കൂടാതെ ആ ജ്യൂസ് മേടിച്ച് അബിയുടെ നേരെ നിട്ടും. അബി അത് മേടിച്ച് കുടിക്കും. കാരണം അവിടെ അങ്ങനെ ആയിരുന്നല്ലോ മധുരങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കൽ. ജലജയും ജാനകിയും ആകെ ഞെട്ടി നിൽക്കുമായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. മറ്റേ ജ്യൂസ് അപ്പോൾ നവ്യയും മേടിക്കും. എന്നിട്ട് ജാനകി ഇങ്ങനെ അബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കുടിക്കലടാന്ന്. പക്ഷെ അബി അത് കണ്ടില്ല, മോത്തിക്ക് നോക്കിയില്ല അമ്മയുടെ. എന്നിട്ട് ആ ജ്യൂസ് മുഴുവൻ മേടിച്ച് കുടിച്ച് ചുണ്ടൊക്കെ തുടച്ച് കൈ കൊടുക്കും. ഇനിയിപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള നിലയ്ക്ക് അമ്മായി അങ്ങനെ മിണ്ടാണ്ട് നിൽക്കണ്. അവരുടെ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ നവ്യയ്ക്ക് എന്തോ സംശയം തോന്നിയത് കൊണ്ടാണ് നവ്യ ജ്യൂസ് അബിക്ക് കൊടുത്ത് മറ്റേ ജ്യൂസ് പിന്നീട് ധൈര്യത്തോടെ തന്നെ നവ്യ കുടിക്കും. അതിനുശേഷം പിന്നെ മുത്തശ്ശി ഒരു മാല എടുത്തും കഴിഞ്ഞിട്ട് കൊടുക്കണ്. എന്നാ മോൾക്ക് ആരും ഒന്നും തന്നില്ല എന്നല്ല എന്നും പറയാറ്, ഈ മാല ഇതാ മോൾക്ക് മുത്തശ്ശിയുടെ വക എന്ന് പറയും. നവ്യയുടെ മുഖം അങ്ങോട്ട് തിളങ്ങും. അനാമികയുടെ മുഖം അങ്ങോട്ട് കടുന്നൽ കുത്തിയ പോലെ ആവും. കിളവി ചേട്ടത്തിക്ക് അനിയത്തിക്ക് സ്വർണ്ണങ്ങൾ മാറി മാറി കൊടുക്കണ്. ബാക്കിയുള്ളവൻ ഇവിടെ നിൽക്കണ്ടായിരുന്നു, നാണം കിട്ടി ഇവിടെ നിൽക്കണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അനാമിക ദേഷ്യം കൊണ്ട് ഇങ്ങനെ കലി തുള്ളി നിൽക്കുമായിരിക്കും. ബാക്കി എല്ലാവരുടെ മുഖത്തും ദേഷ്യമായിരിക്കും. ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നവ്യ അത് കഴുത്തിൽ വെക്കുമ്പോൾ നയന ചെന്ന് ഇട്ട് കൊടുക്കും. കൊണ്ടാ ഞാൻ ഇട്ട് തരാമെന്ന് പറയും. ആദർശിൻ്റെ സെലക്ഷനായ സാരിയും അമ്മയുടെ മാലയും നവ്യയ്ക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് ജയേട്ടനും പറയും. അതെ. അങ്ങനെ എല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ ചിരിച്ച് ആ ചേച്ചിക്ക് അനിയത്തി ലഡു കൊടുക്കും. പറയും ഇങ്ങനെ മറ്റുള്ളവരുടെ ചടങ്ങ് മാത്രം കണ്ടിരുന്നാൽ പോരാട്ടോ, എടാ ആദർശേ നിന്നോടും കൂടിയാണ് പറയുന്നത്, ഇനി നിങ്ങൾക്കും വേണം ഇങ്ങനത്തെ ഒരു 5-ാം മാസ ചടങ്ങ് എന്ന് പറയും. അപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കും. അതിനിങ്ങനെ പിണങ്ങിയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ചെറിയച്ഛൻ പറയുമ്പോൾ അതിനിപ്പോൾ ഞങ്ങൾ തമ്മിൽ പണക്കൊന്നും ഇല്ല എന്ന് നയനയും പറയും. ആ അത് നന്നായി എന്ന് പറയും. അപ്പം ദേവയാനി പറയും നിങ്ങളോട് മാത്രമല്ല കേട്ടാ, അനാമിക മോളോടും അനിയോടും കൂടി നീ പറയണേന്ന് പറഞ്ഞപ്പോൾ അനാമികയുടെ മുഖം ഒന്നും കൂടെ കടുക്കും. എന്താ മോളെ ദേവയാനി അങ്ങനെ പറഞ്ഞപ്പോൾ മോളുടെ മുഖം ഒന്നും കൂടെ കടുത്തത് എന്ന് ചോദിക്കും മുത്തശ്ശി. അപ്പോൾ ജാനകി പറയും അത് പിന്നെ മോൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്, വരരുതെന്ന് പറഞ്ഞിട്ടും ഇവളുടെ അനിയത്തി ഇവിടെ വന്നില്ലേ, ഇവരുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരും. ആ വർത്താനം നീ ഇവിടെ പറയരുത് ജാനകി, നിർത്തിക്കൊള്ളണം, പറഞ്ഞില്ല എന്ന് വേണ്ട, മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്, അതായത് നന്ദുവിനെ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞത് അദ്ദേഹവും ഞാനുമാണ്, അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദനും പറഞ്ഞ് ഞങ്ങൾ മാത്രം വരണമെന്ന് വിചാരിച്ചത്, അദ്ദേഹവും അമ്മയും വിളിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എന്തോ ആഗ്രഹിക്കണേ അതേ ഇവിടെ നടക്കുള്ളൂ ജാനകി എന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ദേഷ്യത്തോടെ ദേവയാനിയും പറയും. പിന്നെ അവിടെ സംസാരം ഇല്ലാണ്ടാവും. പെട്ടെന്ന് തന്നെ നയനയ്ക്ക് ഇങ്ങനെ തല ഇറങ്ങണ്, കൈ രണ്ടും തലയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തളർന്നു വീണ് പെട്ടെന്ന് ദേവയാനിയാണ് അത് കാഴ്ച കാണുന്നത്. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയും. അങ്ങനെ നോക്കിയപ്പോൾ നയന ഇങ്ങനെ തളർന്ന് എല്ലാവരും കൂടെ ഓടിച്ചല്ലേ എന്ത് പറ്റുമ്പോളേന്ന് വെച്ചപ്പോൾ തല കറങ്ങണമെന്ന് പറയും. ഒന്ന് കിടന്നാൽ ശരിയാവും എന്ന് പറയും. അങ്ങനെ ആദർശ് നയനനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോവും. ആ കാഴ്ചയും അനാമികയ്ക്ക് സഹിക്കാൻ പറ്റാത്തതാവും. അപ്പോഴത്തേനും അബിയുടെ ശരീരത്തിൽ അത് പ്രകടമായി കഴിഞ്ഞിരുന്നു. ചൊറിച്ചിലും മാന്തലും എന്ത് പറ്റിയടാ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഭയങ്കര ചൊറിച്ചിൽ, എന്താണെന്നറിയില്ല. അത് ഈ പരിപാടി കണ്ടിട്ടാവും നിനക്ക് ചൊറിച്ചിരുന്ന് മാമന്മാരും കളിയാക്കിയപ്പോൾ അങ്ങനെയൊന്നും അവനെ കളിയാക്കണ്ട, അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും.
പിന്നീട് അബിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അബി അങ്ങനെ മുകളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്, ശരീരം ചൊറിയണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജാനകി ജലജയും കൂടെ കണ്ണുകൊണ്ട് പരസ്പരം നോക്കും. എന്താ പറ്റിയത് അവന്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ജലജ പിന്നാലെ പോകും. എന്താടാ, നിന്നോട് 100 തവണ പറഞ്ഞതല്ലേടാ ആ ജ്യൂസ് കുടിക്കരുതെന്ന്. എന്താണെന്നറിയില്ല, ആ ജ്യൂസ് കുടിച്ചപ്പോൾ തുടങ്ങിയുള്ള ചോദിച്ചില്ലാണ് എന്ന് പറഞ്ഞപ്പോൾ, അടാ അത് അവൾക്ക് കുടിക്കാൻ കൊടുത്തതല്ലേടാ, നീ എന്തിനാണ്ട് അവളെ നിന്ന് അത് മേടിച്ച് കുടിച്ചത്? അവൾ എനിക്ക് തന്നത് അമ്മ കണ്ടതല്ലേ. അതിലെന്തെങ്കിലും പൊട്ടിയും മറ്റേ കലർത്തണമെങ്കിൽ എന്നോട് പറയണ്ടേ. നിങ്ങൾ ഒടുക്കത്തൊരു ബുദ്ധി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ചൊറിഞ്ഞതായോ എന്ന് പറഞ്ഞ് മകൻ അമ്മനെ കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇട്ട് മാന്തിപ്പിക്കിന്. സഹിക്കാൻ പറ്റാണ്ട്. നിൻ്റെ തലയിലെഴുത്ത്, അല്ലാണ്ട് എന്ത് പറയാൻ. ഈ സമയത്ത് അവൾ കിടന്ന് ചൊറിയേണ്ട സ്ഥാനത്താണ് ഇപ്പം നീ ചെയ്യുന്നത്. എന്ത് ചെയ്താലും ഇങ്ങനെയല്ലടാ നിനക്ക് വരുന്നത് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവയാനി ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എൻ്റെ മരുമോൾക്ക് ഒന്നും ഉണ്ടാവരുതേ, എനിക്ക് എന്തെങ്കിലും വന്നാലും അവൾക്കൊരാപത്തും വരരുതേ, എനിക്ക് എന്ന് അവളെ കണ്ടുകൊണ്ടിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവയാനി. അതേസമയം തന്നെ ആദർശിൻ്റെ മടിയിൽ തലചായ്ച്ച് കിടക്കണ് നയന. അതെ, നിനക്ക് പ്രഷർ കുറഞ്ഞതാവുള്ളൂ. നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഉപ്പിട്ട നാരങ്ങവെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് കിടന്നാൽ ശരിയാവും ആദർശേട്ടാ, കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് പറയും. എന്നാൽ പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ നോക്കിയപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ ദേവയാനി ഒരു ബാമായിട്ട് അങ്ങോട്ട് വരും. എന്നാ ഇത് അവളുടെ തലയിൽ പുരട്ടി കൊടുക്ക്. അമ്മ അതിന് അവൾക്ക് തലവേദനയല്ല, തലകറക്കമാണ്. എന്തായാലും നീ ഇത് പുരട്ടി കൊടുക്ക്. ഇവളാകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ഇവൾക്ക് ആകെ വയ്യായ പോലെ. ഇനി ഇവളെയും കൊണ്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ടൂർ പോകണത്? ഞാൻ പിന്നെ മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാണ്ടെന്ന് വിചാരിക്കുന്ന ആരെല്ലാം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇനി ഞാൻ ഒരിക്കലും പോകില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ, ഒരിക്കലും പോകില്ല എന്ന് മാത്രമല്ല ഇനി അടക്കളപ്പണി നീ ചെയ്യണ്ട എന്നും പറഞ്ഞ് ദേവയാനി അപ്പുറത്തേക്ക് പോകുമ്പോൾ, അമ്മയ്ക്ക് എന്തോ നിന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ആദർശേട്ടാ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അമ്മ എന്ന് നായന പറയും. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും സത്യമായാൽ മതിയായിരുന്നു എന്ന് പറയും. എന്നിട്ട് ദേവയാനി താഴത്തേക്ക് വരും. എന്നിട്ട് കനകയോടായി പറയും, അവൾക്ക് തീരെ വയ്യെങ്കിൽ കനക 2 ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറയും. അത് കേട്ടതോടെ ജാനകിക്കും ജലജയ്ക്കും അടി കിട്ടിയ പോലെ ആവും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ സ്വാതന്ത്ര്യം പോവും, എൻ്റെ മുറിയിൽ അവൾ കയറി കൂടും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനെന്താ, ഇപ്പം വലിയ വീടല്ലേ ആദർശം എടുത്ത് കൊടുത്തേക്കണേ, അങ്ങനെയാണെങ്കിൽ അവളെയും കൊണ്ട് അങ്ങോട്ട് പോട്ടെ, ഇവർ കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ എന്ന് ജലജ പറഞ്ഞപ്പോൾ, അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആദർശിനും അവളില്ലാതെ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണല്ലേ, അപ്പം അനാവശ്യമായ സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പറയും, മോൾ ഇവിടെ നിൽക്കട്ടെ, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ കനകനെ വിടാമെന്ന് പറയും. എന്നാൽ നന്ദു ഇവിടെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ നവ്യ പറയുമ്പോൾ, അത് ശരിയാവില്ല, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എൻ്റെ മരുമോൾക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ, അതെന്താ എൻ്റെ അനിയത്തിക്ക് ഇവിടെ നിന്നൂടെ, നിങ്ങളുടെ മരുമോളെ ഇഷ്ടം നോക്കിയിട്ടാണോ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ, അവളെ ഇവിടെ നിന്ന് ഓടിക്കാനാവുമല്ലേ നീയൊക്കെ കൂടി നോക്കണത് എന്നും പറഞ്ഞ് ജാനകി ജലജയും വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആരും ഒന്നും തടസ്സമൊന്നും പറയണ്ട, ഞങ്ങൾ പൊക്കോളാമെന്ന് ഗോവിന്ദനും പറയും. പിന്നെ കാണിക്കുന്നത് മുകളിൽ അനി ചെല്ലുമ്പോൾ അനാമിക അങ്ങോട്ട് തുള്ളി നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രം ഒറ്റയ്ക്കായി, അവർക്ക് സ്വർണം കൊടുക്കണം, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, നീ എന്താണ് അങ്ങോട്ട് പോകുന്നത്, നിൻ്റെ കാമുകി അവിടെ താഴത്ത് ഒറ്റയ്ക്കല്ലേ, നിനക്ക് പോയിരുന്നില്ലേ എന്ന് ചോദിക്കും. നിൻ്റെ മനസ്സ് നല്ലതല്ലേടി, അതാണ് സ്വന്തം ചേച്ചിയുടെ ഫംഗ്ഷൻ അനിയത്തിയോട് വരണ്ടാന്ന് നീ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പറയോടാ നിൻ്റെ വല്യമ്മയ്ക്കും ഇപ്പം അങ്ങനെയാണ്, അവരോട് ചെറിയൊരു സ്നേഹമൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ടാവും. അങ്ങനെ ദേവയാനി ആദ്യമായിട്ടാണ് ശരിക്കും അനാമികയുടെ മുഖം കാണുന്നത്. ഇവളത്രയ്ക്ക് ശരിയല്ല എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലാവണം. അനീന അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലൊക്കെ അനീനെ വഴക്ക് പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.